അപ്പോൾ അതാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച പഴം ഉണ്ടല്ലോ നന്നായിട്ട് പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൂടുതൽ പഴുത്ത് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടുണ്ടാക്കാമെന്ന് കേട്ടോ. പുട്ടുണ്ടാക്കിയാൽ പഴത്തിനാണോ ചിലവില്ലാണ്ടിരിക്കുക അല്ലേ? പഴം എങ്ങനെ പോയെന്ന് നോക്കണ്ട കേട്ടോ. അങ്ങനെ പുട്ടുണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കമോൺ 2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുക്കുക. ആ എടുത്ത പൊടിയുടെ അളവിൻ്റെ പകുതി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ആ പാത്രത്തിൻ്റെ അളവിൻ്റെ. ബാക്കി പിന്നെ തളിച്ച് കൊടുത്തെടുക്കണേ, അല്ലെങ്കിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ പുട്ടാവില്ല, വേറെ എന്തെങ്കിലും ആവും കേട്ടോ. അങ്ങനെ അതിങ്ങനെ ഒന്ന് പൊടീനെ ഒന്ന് അമർത്തി പിടിച്ച് നോക്കുക. അപ്പോൾ പൊടി നന്നായിട്ട് സെറ്റായിട്ട് ഇതിങ്ങനെ നിൽക്കും. വീണ്ടും ഒന്ന് പൊടിച്ചിട്ട് നോക്കുക. അപ്പോൾ അതാ ഇങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ വീഴും. ഇതാണ് കേട്ടോ കറക്റ്റ് പരുവം. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളിയാവേ. എൻ്റെ അമ്മായി പറഞ്ഞത് ടിപ്പാണേ. അങ്ങനെ ആ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്, വീണ്ടും കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളികേരം കൂടി മുകളിൽ വെച്ച് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്കർ ഇതാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതാ പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇതാ പുട്ട് വേഗം തയ്യാറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആവിയൊക്കെ കയറി വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റുള്ള പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതാ പുട്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പുട്ടിൻ്റെ കറക്റ്റ് പരുവ് അറിയാണ്ട് ഉണ്ടാക്കിയിട്ട് ഞാനൊക്കെ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പുട്ട് തൊണ്ടേന്ന് ഇറങ്ങില്ല കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ. വെള്ളം കൂടിക്കഴിഞ്ഞാലോ പുട്ട് വേറെ ലെവലായിരിക്കും. അപ്പോൾ അതാ ഇത് കറക്റ്റ് ലെവലിൽ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഞാൻ എന്താ പഴവും കൂടിയിട്ട് കൂട്ടിക്കുഴച്ച് കഴിക്കാൻ പോവാണേ. അപ്പോൾ അതാ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ.